അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് സത്യാവസ്ഥയല്ല, നമ്മുടെ ദുരവസ്ഥ പറയാൻ വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഭാഗത്തേക്ക് കണ്ടിട്ട് ഏറെക്കുറെ ഒരു 1 month ആയി കാണും. കാരണം എന്നാൽ കേക്കിൻ്റെ സാധനം പറഞ്ഞു പോയതാണ്. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ചോറ. കേക്ക് നമ്മൾ ഫസ്റ്റ് 40 കിലോ ഉണ്ടാക്കി, പിന്നെ ഒരു 100 കിലോ ഉണ്ടാക്കി. അപ്പോൾ ഐറ്റം 100 കിലോ നമ്മൾ സെറ്റാക്കി അടിച്ച് കൊടുത്തു. എപ്പോൾ അറിയാം? ക്രിസ്മസ് ന്യൂ ഇയറും കഴിഞ്ഞിട്ട്. അതങ്ങനെ ആവാൻ വേറൊരു കാരണമുണ്ട്. നമ്മൾ ഏതോ ഒരു സന്ധ്യാസമയത്ത് എങ്ങനെയിരുന്നപ്പോൾ ഒരാശയം വന്നു. ഒരു ഹോട്ടല്, ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ്, അതും നമ്മുടെ നാട്ടിൽ, അത് സെറ്റാക്കി. അതിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു കഴിഞ്ഞ മാസം ഡിസംബർ 18. അത് തട്ടിക്കൂട്ടി വരുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ ഇടയത്തെ സാധനം. അതങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ കേക്ക് വന്ന്, ഞാൻ സംഭവം വീഡിയോ ഇട്ടിട്ട് ഞാൻ കരുതി ഒരു ഏറിപ്പോയൊരു 10 വേണ്ട 50 പേര് വരുമെന്ന് കരുതി കേക്കിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞു പൈസ വേണം പറഞ്ഞു. കാരണം ഓർഡർ കമ്മിയാണെങ്കിൽ കമ്മിയായിക്കോട്ടെ, ഒരു മൈൻഡായിരുന്നു. പക്ഷേ വിചാരിച്ചതിൽ നിന്നില്ല. വിചാരിച്ചതിൻ്റെ ഒരു 6 ഇരട്ടി. അത്യാവശ്യം അധികം ഓർഡർ വന്നു. വാട്സപ്പ് പറഞ്ഞു ഒരു 1000-1800 മെസ്സേജിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടാവും. ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പരിപാടി വേറെ, അവിടെ വന്നടി. അത് വേറെ പറഞ്ഞതാ. വന്നടി പറഞ്ഞാൽ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഓപ്പണിംഗ് ആണ്, അതിൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ടായി. ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ആ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ലൈഫിൽ ഫുള്ള് സെറ്റായി ഫുൾ ഫ്ലെഡ്ജിൽ ഓപ്പൺ ആക്കിയിട്ടില്ല. ഗ്രാൻഡ് ഓപ്പണിങ് വരുന്നുണ്ട്, എല്ലാവരോടും പറയും, സെറ്റാകും, എന്നിട്ടൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കേക്ക് ഡിലൈൻ്റെ ഫസ്റ്റ് റീസൺ ഇതാണ്. റെസ്റ്റോറൻറ്റ് വന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് നല്ല മട്ടൺ, ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പോഴും ഉണ്ട്, സാധനങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ വൈഡാക്കാൻ പറ്റിയിട്ടില്ല. സാധനം ഇനി തുറക്കാണ്ട് ഇപ്പോഴും ട്രയൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാണണം. ട്രയൽ ഫുഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെർപ്പളശ്ശേരി മഞ്ചക്കല്ല് പെരളി. എന്താ അർത്ഥം എന്ന് ചോദിക്കരുത്, അറിയില്ല. പെരളി, ചില പേരാളി പാർലെന്നൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ, അല്ല. പക്ഷെ പെരളി എന്നുള്ളൊരു പേരിൽ നമ്മൾ നല്ല അത്യാവശ്യം രീതിയിൽ സെറ്റ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏവിയേറ്റർ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചങ്ങായി പ്രണവുണ്ട്, അയാളുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഇത് കളിച്ചിട്ട് കൂടുതൽ എങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ളൊരു അതിൻ്റെ സിഗ്നൽസും കാര്യങ്ങളും ഉണ്ട്. അത് പറഞ്ഞുതരാനാണ്. ടെലഗ്രാം ചാനൽ തുറന്നിട്ട് അതിൻ്റെ സിഗ്നൽ നോക്കിയപ്പോൾ 6.08x ആണ്. അപ്പോൾ നമ്മൾ 2,600-ന് ബെറ്റ് വയ്ക്കുകയാണ്. 5.30x നമ്മൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ടാണ്. അത് നമ്മൾ വെച്ചത് അതാ അങ്ങനെ കയറുന്നുണ്ട്. ഒരു 5000 സംതിങ് ആയിട്ടുണ്ട്. ക്യാഷ് അങ്ങനെ കയറുന്നുണ്ട്. 6, 7 അറൗണ്ട് ഒരു 10 സംതിങ് ആയിട്ടുണ്ട്. ഒരു 5x എത്തി. നമ്മൾ ഏറെക്കുറെ പ്രോഫിറ്റായി. 6.08-ൽ സെയിമിൽ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. 13,880 ക്യാഷ് മൊത്തം. ഇതേമാതിരി കളിച്ച് ക്യാഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രണവിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതേമാതിരി അവരെപ്പോഴും നമുക്ക് കസ്റ്റമർ സപ്പോർട്ടായിട്ടുണ്ടാവും. 24 സാധനമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പൈസട്ടുള്ള കളിയാണ്, നോക്കിക്കൊണ്ടും കളിക്കുക, ഇട്ടെടുക്കാൻ വയ്ക്കണം. അത് സെറ്റപ്പാക്കി നമ്മൾ വേണ്ട വിചാരിച്ച ഫുഡ് അടിച്ചിട്ട് നമ്മൾ ഗ്രാൻഡ് ഓപ്പണിങ് ചെയ്യും. അതിൽ നിങ്ങളെയും വിളിക്കും, എല്ലാവരും വരണം. അപ്പോൾ കേക്ക് വൈകിയത് ഈ ഒരു റീസൺ കൊണ്ടാണ്. കേക്ക് ഓർഡർ ചെയ്ത ഒരു 95% ആൾക്കാർക്കും സാധനം കൊടുത്തു. ഒരു 3% ആൾക്കാർക്ക് റിട്ടേൺ കൊടുത്തു. ബാക്കി 2% ആൾക്കാർ എവിടെയെന്ന് എന്നോട് ചോദിക്കരുത്. റിട്ടേൺ അല്ല, റീഫണ്ട് കൊടുക്കും. ബാക്കി 2% എവിടേക്കാണ് മുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ കുറേ പേര് വിളിച്ച് തരുവാറുണ്ട്. ഓക്കെ, നമ്മൾ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2% ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ നോക്കിയിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. കിട്ടാത്തവർ വിളിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും, സാധനം കൊടുക്കും. അങ്ങനെ ഈ സത്യാവസ്ഥയിൽ ഒന്നുമില്ല. കാരണം നമ്മുടെ ദുരവസ്ഥ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ദുരവസ്ഥ മാത്രമേ ഉള്ളൂ. കാരണം കുറേ പേര് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സത്ത് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കാണാനല്ല, ഒരു മാസമായിട്ട് ബോറത്തിൻ്റെ ജയിലിൽ പോയോ പിന്നീന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാവും, അതിനോ. പക്ഷേ
ഇതാണ് അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റണില്ല, എല്ലായിടത്തുനിന്നും ലോക്ക്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് എന്തൊക്കെ കഴിഞ്ഞതല്ലേ, നമ്മൾ നല്ല രീതിക്ക് തിരിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പണ്ടത്തെ കുപ്പി പൊട്ടിക്കുന്ന സാധനമൊക്കെ മറന്ന് പറ്റ കയ്യിൽ നിന്ന് പോയി, ഒന്നുമില്ല. നല്ല ഫുഡും അതേമാതിരി നമ്മുടെ കുപ്പിട സാധനങ്ങളായിട്ട് ഇനി ഇറക്കും, ഒരുപാടുണ്ട് വരാൻ. പക്ഷെ അവസ്ഥ ഇതായിപ്പോയി. അപ്പോൾ കേക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറേ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രീ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ എനിക്ക് താല്പര്യമില്ല, ചോദിക്കുകയും ചെയ്യരുത്, പറയൂല. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പം നെഗറ്റീവ് റിവ്യൂ അങ്ങനെയൊന്നും പൊതുവേ കേൾക്കാമല്ല, പോസിറ്റീവാണ്. പക്ഷേ എപ്പോഴും ട്രയൽ ബേസിസിൽ ലിമിറ്റഡ് മെനു വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സാധനം നമ്മുടെ ഡിഷസും പാടെ ഉൾപ്പെടുത്തിയിട്ട് സെറ്റാക്കിയിട്ട് വരുന്നുണ്ട്. അധികം വൈകില്ല, താമസിക്കില്ല. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങും നിങ്ങൾ അറിയിക്കലും എല്ലാം പാടെ കഴിഞ്ഞിട്ട് സെറ്റാക്കുന്നുണ്ട്. സ്ഥലം എന്ന് വരുന്നത് ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം, ഷൊർണൂർ എല്ലാ സ്ഥലത്തു നിന്നും ഒരു 15 to 17 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നല്ല ആംബിയൻസ് ആണ്, ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ലൈവ് പ്രോഗ്രാംസ് ഉണ്ട്, ഇൻഡോർ ഡൈനിങ് ഉണ്ട്, മജ്ലിസ് ഉണ്ട്, എല്ലാ തേങ്ങയുണ്ട്. പക്ഷേ ഫുഡ് മാത്രം ലിമിറ്റഡ് മെനു ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് കഴിക്കുന്നവർക്ക് കഴിക്കാം, പക്ഷെ തെറി അറിയത് ഞാൻ ആദ്യം പറയുന്നുണ്ട്, ലിമിറ്റഡാണ് മെനു. പോരാത്തതിന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിചാരം വെച്ചിട്ട് നമ്മുടെ ആളെന്നുള്ള ലെവലിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം, തെറ്റുണ്ടേ പറയണം. കുറേ പേര് ഒരുപാട് പറഞ്ഞു, അതുകൊണ്ട് പറയാണ്. കുറേ തെറ്റ് പറഞ്ഞു, ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒരുപാട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ വരുന്നുണ്ട്. അതെ, അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടിയോടെ വെച്ച് തീർക്കുകയാണ്. കേക്ക് അടുത്ത പ്രാവശ്യം ഇതേമാതിരി ആവില്ല. ക്രിസ്മസിന് 5 ദിവസം മുന്നെങ്കിലും ആ സാധനം തരും, അത് ഗ്യാരണ്ടിയാണ്. പോലീസ് പിടിച്ച് കൊണ്ടുപോയിട്ടില്ലാണ്ടെങ്കിൽ അതേമാതിരി റെസ്റ്റോറൻറ്റ് സെറ്റാവും. അതും തന്നെ പോലീസ് കൊണ്ടുപോയിട്ടില്ലേ. വീഡിയോസും വീഡിയോസും പിന്നെ മെയിനാണല്ലോ. ഞാൻ തന്നെ മറന്നു തുടങ്ങി. പിന്നെ നിങ്ങൾ